അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുറാദി യാ മുറാദി യാ മുറാദി മുറാദി ഷാ ഖദീറുല്ലാഹ് മുറാദി വശൗഖി അൻത യാ ഖുത്ബസ് സമാനി വജൂദി മൽഹറുല്ലാഹി സുൽത്താനി. നിയ്യത്ത് നന്നാക്കണം. നിയ്യത്ത് പോലെയാണ് മയ്യത്ത്. നാം വളരെ മുമ്പേ കേട്ടുവരുന്ന ചില ആപ്തവാക്യങ്ങളാണ്. നിയ്യത്ത് നന്നാക്കുന്നത് എങ്ങനെയാണ്? നിയ്യത്ത് നന്നാക്കാനുള്ള മാർഗം എന്താണ്? നിയ്യത്ത് എന്നാൽ മനസ്സുകൊണ്ടുള്ള വായനയാണോ? ഞാൻ അയാൾക്ക് 1,00,000 രൂപ ദാനം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിയ്യത്തായോ? വളരെ ഗൗരവപൂർവം നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായി ഒറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നിയ്യത്ത് നന്നാക്കാൻ ഇസ്ലാമിലെ 4 കാര്യങ്ങളെക്കുറിച്ചും നന്നായി പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാവുകയില്ല. ഇസ്ലാമിൽ പ്രഥമവും പ്രധാനവും ആദ്യത്തേതുമായ ഷഹാദത്ത് കലിമ ഉൾക്കൊള്ളുമ്പോഴാണ് അതിൻ്റെ ശരിയായ പ്രവർത്തനം മൂലമാണ് നിയ്യത്ത് നന്നാകുന്നത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശീ യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും. നബിയെ, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച്, അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ച് കഴിയുന്ന ആളുകളുടെ കൂടെ അങ്ങ് എത്ര പ്രയാസപ്പെട്ടായിരുന്നാലും അവരുടെ കൂടെ തന്നെ കഴിയണം. വലാ തഅദു ഐനാക അൻഹും, അങ്ങയുടെ കണ്ണുകൾ അവരെ തൊട്ട് മാറാൻ പാടില്ല. സദാസമയവും അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. യുരീദൂന വജ്ഹഹു, അവർ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് നിയ്യത്ത്. നിയ്യത്ത് നന്നായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നിയ്യത്ത് നന്നാക്കിയവരുടെ കൂടെ ഉണ്ടാകും. ഒരു കാരണവശാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധ അവരെ തൊട്ട് നീങ്ങുകയില്ല. ഒരു കാരണവശാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ശ്രദ്ധിക്കാതിരിക്കില്ല. ഖുർആൻ അത്ര കണിശമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടത്. തബൂക്ക് യുദ്ധത്തിൽ വളരെയേറെ പ്രയാസം നിറഞ്ഞ യുദ്ധമായിരുന്നു. പട്ടിണിയും വറുതിയും ദാരിദ്ര്യവും അതിൻ്റെ കൊടുമുടിയിലെത്തിയ സമയത്താണ് തബൂക്ക് യുദ്ധം അരങ്ങേറുന്നത്. സാഅത്തുൽ ഉസ്ര, പ്രയാസഘട്ടം എന്നാണ് പരിശുദ്ധ ഖുർആൻ തബൂക്ക് യുദ്ധത്തെ വിശേഷിപ്പിച്ചത്. ആ യുദ്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറയുകയുണ്ടായി, നാം ഈ പ്രയാസം നിറഞ്ഞ യുദ്ധത്തിന് പോകുന്ന സമയത്ത് നാം ഏതൊക്കെ വഴി മുറിച്ചു കടക്കുന്നോ, ഏതൊക്കെ മലയോര പ്രദേശങ്ങളിലൂടെ നടന്നു നീങ്ങുന്നു, നമ്മുടെ ഓരോ കാൽപ്പാടിനും കിട്ടുന്ന പ്രതിഫലം, നാം ചെലവഴിക്കുന്ന ഓരോ നാണയത്തുട്ടിനും ലഭിക്കുന്ന പ്രതിഫലം, നാം അനുഭവിക്കുന്ന ഓരോ വിശപ്പിനും ലഭിക്കുന്ന പ്രതിഫലം, ഇതെല്ലാം ഇതുപോലെ മദീനയിൽ വീട്ടിലിരിക്കുന്ന ചില ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു, വകൈഫ ദാലിക് വലൈസു മാന, എങ്ങനെയാണ് നബിയെ, അവർ നമ്മുടെ കൂടെ ഇല്ല, ഈ പ്രയാസങ്ങളിലൊന്നും അവർ പങ്കുചേരുന്നില്ല, പിന്നെങ്ങനെയാണ് ഈ പ്രതിഫലം ഒട്ടും കുറയാതെ തന്നെ അവർക്ക് ലഭിക്കുന്നത്? ഹബസഹുമുൽ ഉദ്ർ, പ്രതിബന്ധം കാരണമാണ് അവർ നമ്മുടെ കൂടെ വരാത്തത്. അവർക്ക് നമ്മുടെ കൂടെ വരണമെന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പോകണം എന്ന് അവർ മനസ്സുകൊണ്ട് ഉച്ചരിക്കുകയല്ല ചെയ്തത്. അവരുടെ മനസ്സ് അങ്ങനെയായി മാറിയിരിക്കും. മനസ്സിൻ്റെ ഗതി അങ്ങനെയായിരിക്കും. മനസ്സിൻ്റെ പ്രപഞ്ചം അവർ ആ രീതിയിൽ മാറ്റിയിരിക്കും. അതാണ് നിയ്യത്ത്. എങ്ങനെയാണ് അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത്? അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പരിശുദ്ധമായ കലിമത്തു തൗഹീദ് ബൈഅത്ത് ചെയ്ത് സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ചു. അപ്പോൾ അവിടുത്തെ ഒരു താല്പര്യം, അത് എത്ര തന്നെ പ്രയാസം നിറഞ്ഞതായാലും അതിലെന്ത് തന്നെ നഷ്ടപ്പെട്ടാലും ആ താല്പര്യം പൂവണിയണം എന്ന ഒരു മനസ്സ്, ആ രീതിയിൽ അവരുടെ മനസ്സ് മാറിക്കഴിഞ്ഞു. പക്ഷേ അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. പ്രതിബന്ധം കാരണം അവർ മദീനയിൽ തന്നെ അവരുടെ വീടുകളിൽ നിൽക്കേണ്ടതായി വന്നു. പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ അവരുടെ മനസ്സ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും കൂടെ തന്നെയാണ്. അതുകൊണ്ട് വീട്ടിലിരുന്ന് വിശ്രമിക്കുമ്പോൾ പോലും തബൂക്കിലേക്ക് പുറപ്പെട്ട സഹാബികൾ നേടിയെടുക്കുന്ന ഓരോ പ്രതിഫലവും ഒട്ടും കുറയാതെ തന്നെ അവർക്കും ലഭിക്കുകയുണ്ടായി. മനസ്സിൻ്റെ ഗതി ആ രീതിയിലാക്കുക, അതാണ് നിയ്യത്ത് നന്നാക്കുക എന്ന് പറഞ്ഞാൽ. അതിന് പ്രധാനമായി വേണ്ടത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കലിമ സ്വീകരിക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കണം. അപ്പോൾ താനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സ്, നമ്മുടെ നിയ്യത്ത് നന്നായി തീരും. അതാണ് നിയ്യത്ത് നന്നാക്കുക എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇന്നൽ അബ്ദല യഅമലു അഅമാലൻ ഹസനത്ത്. ഒരടിമ ധാരാളം അമലുകൾ ചെയ്യും. അങ്ങനെ മലക്കുകൾ അതെല്ലാം എഴുതും. മലക്കുകൾ അത് എഴുതി ആ ഏട് ഭദ്രമായി പൊതിഞ്ഞ് സീൽ ചെയ്ത് ഒരു വലിയ ഉപഹാരം എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് അവർ കൊണ്ടുപോകും. അള്ളാഹു പറയും, അൽഖൂ ഹാദിഹി സ്വഹീഫ, ഈ ഏട് നിങ്ങൾ വലിച്ചെറിയുക. ധാരാളം സൽക്കർമ്മങ്ങളാണ് അതിൽ എഴുതി വെക്കപ്പെട്ടത്. പക്ഷേ ആ അടിമയുടെ നിയ്യത്ത് നല്ലതല്ലാത്തത് കാരണം, അത് ചെയ്തപ്പോൾ അവൻ്റെ നിയ്യത്ത് നല്ലതല്ലാത്തത് കാരണം അതെല്ലാം വലിച്ചെറിയാൻ അള്ളാഹു പറയുക. അങ്ങനെ തുടർന്ന് അള്ളാഹു ആ അടിമയുടെ പേരിൽ വേറെ ചില അമലുകൾ എഴുതാൻ പറയും. 2 ഹജ്ജ് ചെയ്തതായിട്ട് എഴുതൂ, ഒരു മനുഷ്യനെ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായിട്ട് എഴുതൂ, ഒരു ജീവിക്ക് ഭക്ഷണം കൊടുത്തതായിട്ട് എഴുതൂ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതാൻ പറയുമ്പോൾ മലക്കുകൾ അള്ളാഹുവിനോട് തിരിച്ചു പറയും, അവൻ ഈ പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ അവൻ്റെ ഏടിൽ അത് എഴുതുന്നത്? നിങ്ങൾ എഴുതുക, അവനത് ചെയ്യാൻ കരുതിയിരുന്നു, അവന് നിയ്യത്തുണ്ടായിരുന്നു. അതുവരെ നിയ്യത്ത് ശരിയാകാത്ത കുറെ സൽക്കർമ്മങ്ങൾ ചെയ്തു, അതെല്ലാം വലിച്ചെറിയാൻ പറഞ്ഞു. നിയ്യത്ത് ശരിയായതിനു ശേഷം അവൻ ചെയ്ത അമലുകൾ, അവൻ ചെയ്യാൻ ഉദ്ദേശിച്ച അമലുകൾ, ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് വായിച്ചതല്ല, പറഞ്ഞതല്ല, മറിച്ച് അവൻ അക്ഷരാർത്ഥത്തിൽ അത് ചെയ്യാൻ ഉദ്ദേശിച്ചു. പക്ഷെ ചില പ്രതിബന്ധങ്ങൾ കാരണം അവൻ അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് അവൻ്റെ പേരിൽ അള്ളാഹു എഴുതാൻ പറയും. സഹോദരങ്ങളെ, സന്മാർഗിയും സത്യവിശ്വാസിയുമായ ആളുകൾക്ക് സ്വർഗത്തിൽ ശാശ്വതവാസമുണ്ട്. എങ്ങനെയാണ് 60, 70, 100, 120 വർഷം ഇവിടെ ജീവിച്ചവർക്ക് കോടാനകോടി അനന്തകോടി വർഷങ്ങൾ സ്വർഗത്തിൽ വസിക്കാൻ കഴിയുന്നത്? അതിന് പ്രതിഫലമായി ഈ അനന്തമായ ശാശ്വതവാസം എങ്ങനെയാണ് സ്വർഗത്തിൽ നൽകുന്നത്? അതിനി അള്ളാഹുവിൻ്റെ കാരുണ്യമാണെന്ന് പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമെങ്കിൽ, അള്ളാഹു കരുണാവാരിധിയാണ്, പൂ ചോദിച്ചാൽ പൂന്തോട്ടം നൽകുന്നവനാണ്. 100 വർഷം സന്മാർഗിയായി ജീവിച്ചതിന് ശാശ്വതമായ സ്വർഗത്തിൽ വസിക്കാൻ അള്ളാഹു അവസരം നൽകും. അത് അള്ളാഹുവിൻ്റെ കാരുണ്യമെന്ന് പറയാമെങ്കിലും ദുർമാർഗിയായി ജീവിച്ചവന് ശാശ്വതമായ നരകവാസം നൽകുന്നത് എങ്ങനെ? 100, 120 വർഷം അല്ലെങ്കിൽ 60, 70 വർഷം ദുർമാർഗിയായി ഇവിടെ ജീവിച്ചതിന് 100 വർഷം അല്ലെങ്കിൽ അതിന് ഇരട്ടി അല്ലെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി ഇങ്ങനെയൊക്കെ ശിക്ഷിക്കുകയല്ലാതെ ശാശ്വതമായി നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്നത് എന്തിന്?
അങ്ങനെ ഒരു ശിക്ഷ അവന് ശിക്ഷയായി പ്രതിഫലമായി അവന്റെ ഈ 100 വർഷത്തെ ദുർമാർഗിയായിട്ടുള്ള വാസത്തിന് പ്രതിഫലമായി നൽകുന്നത് എങ്ങനെ? അവന്റെ നിയ്യത്ത് അങ്ങനെയായി. അതാണ് അതിനുള്ള കാരണം. അവന്റെ മനസ്സ് അങ്ങനെയായി. ദശലക്ഷക്കണക്കിന് വർഷം ഞാൻ ഇവിടെ ജീവിച്ചാൽ, അതല്ലെങ്കിൽ 1 കോടി വർഷം താൻ ഇവിടെ ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ജീവിക്കണമെന്നുള്ള മനസ്സായിരുന്നു അത്. ആ നിയ്യത്തിനാണ് അല്ലാഹു തആല അവന് നരകത്തിൽ ശാശ്വതവാസം നൽകുന്നത്. അതുപോലെ സന്മാർഗിയും സത്യവിശ്വാസിയുമായ ഒരു വ്യക്തി അവൻ ആഗ്രഹിക്കുന്നത്, അവന്റെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ച ഒരു സത്യം, ഒരു തീരുമാനം, അവന്റെ മനസ്സിന്റെ പ്രപഞ്ചം അവൻ ആ രീതിയിൽ മാറ്റിക്കഴിഞ്ഞു. ഞാനിനി 1 കോടിയല്ല 100 കോടി വർഷം ഇവിടെ ജീവിച്ചാലും ഇങ്ങനെ തന്നെ ജീവിക്കണം എന്നതായിരുന്നു അവന്റെ മൈൻഡ്. അങ്ങനെയാക്കി മാറ്റിയിടും. അതാണ് നിയ്യത്ത്. ആ നിയ്യത്തിനാണ് പ്രതിഫലം. ആ നിയ്യത്തിന് പ്രതിഫലം നൽകുമ്പോൾ 100 വർഷം, 1,00,000 വർഷം, 1 കോടി വർഷം, കോടാനകോടി വർഷം ഒന്നും നൽകിയാൽ പോരാ. ശാശ്വതമായി അവനെ സ്വർഗത്തിൽ തന്നെ വസിപ്പിക്കണം. അപ്പോൾ മാത്രമേ അവന്റെ ഈ തീരുമാനത്തിന്, അവന്റെ നിയ്യത്തിന്, അവന്റെ ഈ സുന്ദരമായ നിയ്യത്തിന് പ്രതിഫലമാവുകയുള്ളൂ. നിയ്യത്ത് നന്നാക്കണം സഹോദരൻ. നല്ല നിയ്യത്തല്ലെങ്കിൽ എല്ലാം വിഫലമാണ്. നിയ്യത്ത് നന്നായി കഴിഞ്ഞാൽ അവന് ചെയ്യാൻ പ്രതിബന്ധം കാരണം സാധിച്ചില്ലെങ്കിൽ പോലും അല്ലാഹു അവന് അതിൻ്റെ പ്രതിഫലം നൽകും. കേവലം മനസ്സുകൊണ്ടുള്ള വായനയല്ല. പൂർവകാല സമൂഹത്തിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു മണൽ കൂമ്പാരം കണ്ടു. ആ സമയം വലിയ ദാരിദ്ര്യവും കൊടിയ പട്ടിണിയും വ്യാപിച്ച സമയമായി. ആ സമയത്ത് അദ്ദേഹം മനസ്സുകൊണ്ട് കരുതി, വെറും ഒരു വായനയായിരുന്നില്ല, മനസ്സുകൊണ്ടുള്ള വെറും ഒരു പറച്ചിലായിരുന്നില്ല. ആ കാലത്തെ പ്രവാചകനെ അനുസരിച്ച, ആ പ്രവാചകന്റെ തൃപ്തി ലഭിക്കണമെന്ന് വളരെ അരക്കിട്ടുറപ്പിച്ച തീരുമാനവുമായി മുമ്പോട്ട് പോകുന്ന വ്യക്തി, ആ പ്രവാചകനുമായി ബൈഅത്ത് ചെയ്ത വ്യക്തി ഇങ്ങനെ ഒന്ന് കണ്ട സമയത്ത് അയാൾക്ക് മനസ്സിൽ ഒരു നിയ്യത്ത് വന്നു. ഈ വലിയ മണൽ കൂമ്പാരം ഇത് ഭക്ഷണമായിരുന്നെങ്കിൽ ഞാനിന്ന് ജനങ്ങൾക്ക് മുഴുവൻ വിഭജിച്ച് നൽകുമായിരുന്നു. ജനങ്ങൾ ദാരിദ്ര്യം കൊണ്ട്, പട്ടിണി കൊണ്ട് വളരെയേറെ ദുരിതം അനുഭവിക്കുന്ന ഈ സമയത്ത് എനിക്കങ്ങനെ ചെയ്യാൻ, ഇത് ഞാൻ ചെയ്യുമായിരുന്നു എന്ന് അയാൾ മനസ്സുകൊണ്ട് വിചാരിച്ച സമയത്ത് അന്നത്തെ പ്രവാചകൻ അള്ളാഹുവിൻ്റെ വഹി വരികയാണ്. അദ്ദേഹത്തോട് പറയുക, ആ മണൽ കൂമ്പാരം കണക്കെ ഭക്ഷണം ജനങ്ങൾക്ക് ദാനം ചെയ്തതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്നു എന്ന് പറയുക എന്ന് അന്നത്തെ പ്രവാചകനോട്, നബിയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി അറിയിക്കുക. വെറും വായനയല്ല. അതുപോലെ നമ്മുടെ ഓരോ കാര്യങ്ങളിലും നിയ്യത്ത് നന്നാക്കിയാൽ മാത്രമാണ് അതുകൊണ്ടുള്ള പ്രയോജനം ലഭ്യമാവുക. നിയ്യത്ത് പോലെയാണ് മയ്യിത്ത് എന്ന് വളരെ സുപ്രധാനമായൊരു വാചകമാണ്. ഇന്നൽ അബ്ദ യുബ്അസു അലാ മാ മാത അലൈഹി. ഒരു മനുഷ്യൻ അവൻ ഏതൊരു നിയ്യത്തോടെയാണോ മരണമടഞ്ഞത് അങ്ങനെയായിരിക്കും അവന്റെ പുനർജന്മം. അവന്റെ ജീവിതകാലത്ത് അവന്റെ മനസ്സാകുന്ന പ്രപഞ്ചം എങ്ങോട്ട് തിരിച്ചു വെച്ചോ അങ്ങനെയായിരിക്കും അവന്റെ പുനർജന്മം ഉണ്ടാകുന്നത്. ഇതാണ് സഹോദരങ്ങളെ നിയ്യത്ത്. ഈ നിയ്യത്ത് നന്നാക്കൽ കേവലം ഒരു മനസ്സിലൂടെ വായിച്ചത് കൊണ്ട് നടക്കുകയില്ല. അതിന് ഇന്ന് ഇസ്ലാമിലെ 4 കാര്യങ്ങളെക്കുറിച്ചും വലിയ ദീർഘമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
വുളുവിനെ കുറിച്ച് മാത്രം 20 വർഷം പഠിച്ച് ഡോക്ടറേറ്റ് നേടി എന്ന് ഒരാളെ കുറിച്ച് കേട്ടു. ഇങ്ങനെയുള്ള പഠനങ്ങൾ വുളുവിനെ കുറിച്ചും വുളുവിന്റെ ഒരു സുന്നത്തിനെ കുറിച്ചും ഒക്കെ നടന്നു കാണും. അങ്ങനെ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്തിനെ കുറിച്ചൊക്കെ ദീർഘമായ ചർച്ചകൾ നടക്കുകയാണ്. അതുകൊണ്ടൊന്നും നിയ്യത്ത് നന്നാവുകയില്ല. നിയ്യത്ത് നന്നാകാൻ പ്രഥമവും പ്രധാനവുമായ ഇസ്ലാമിലെ ആദ്യത്തെ കർമ്മം നന്നാക്കണം. അത് പ്രവർത്തന സജ്ജമാകണം. അത് അങ്ങിങ്ങായി നടക്കുന്ന ഏതോ പ്രഭാഷണത്തിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയാൽ പോരാ. ഇസ്ലാമിലെ ഒന്നാം കാര്യം അത് മഹാന്മാരായ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ബൈഅത്തിലൂടെ സ്വീകരിച്ചതാണ്. അങ്ങനെ സ്വീകരിച്ചതിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ അങ്ങേയറ്റം പ്രേമിച്ചതാണ്, സ്നേഹിച്ചതാണ്. അപ്പോഴാണ് അവർക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം ഭദ്രമായി കിട്ടിയത്. അങ്ങനെ അവരുടെ ഓരോ പ്രവർത്തനത്തിലും, അവരുടെ ഓരോ ആഗ്രഹത്തിലും, അവരുടെ ഓരോ വാക്കിലും അള്ളാഹു തന്നെയായിരുന്നു അവരുടെ മുമ്പിൽ. അപ്പോൾ അവരുടെ നിയ്യത്ത് നന്നായി. നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും, സദഖയും, ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം നന്നായി. ചെയ്യാൻ അവർ തീരുമാനിച്ചു വെച്ചതിന് പോലും അല്ലാഹു തആല വളരെയേറെ പ്രതിഫലങ്ങൾ നൽകി. ആ തീരുമാനം സത്യമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. അങ്ങനെ തന്നെയായിരിക്കണം. അവന്റെ മനസ്സ് അങ്ങനെയായിരിക്കണം. വെറും ഒരു മനസ്സുകൊണ്ടുള്ള ഏറ്റുപറച്ചിൽ മാത്രമല്ല നിയ്യത്ത്. അത് അള്ളാഹുവിന് നന്നായിട്ടറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അക്സറു ശുഹദായി ഉമ്മത്തി അസ്ഹാബുൽ ഫിറാഷ്. എൻ്റെ ഉമ്മത്തിലെ ഭൂരിഭാഗം രക്തസാക്ഷികളും രണാങ്കണത്തിൽ മരിച്ചു വീഴുന്നവരല്ല, മറിച്ച് വീട്ടിലെ വിരിപ്പിൽ കിടന്ന് മരിക്കുന്നവരാണ്. റുബ്ബ ഖതീലിൻ ബൈന സഫൈനി അല്ലാഹു അഅലമു ബിനിയ്യതിഹി. രണാങ്കണത്തിൽ മരിച്ചു വീഴുന്ന എത്രയോ ശുഹദാ, എത്രയോ ആളുകളുണ്ട്. അവർ യഥാർത്ഥ രക്തസാക്ഷിയാണോ? അവരുടെ നിയ്യത്ത് അള്ളാഹുവിനറിയാം. അവരുടെ നിയ്യത്ത് അള്ളാഹുവിനെ നന്നായിട്ടറിയാം. ഇമാം അലിയും കറമല്ലാഹു വജ്ഹു നമുക്കറിയാം. മുസ്ലിം സൈന്യത്തിൽ ഒരുപാട് അപകടം വരുത്തി വെച്ച ഒരു ശത്രുവിനെ അലി റളിയല്ലാഹു അൻഹുവിന് കിട്ടിക്കഴിഞ്ഞു. തൻ്റെ കയ്യിൽ ഒതുങ്ങിയ സമയത്ത് അവനെ വധിച്ചു കഴിഞ്ഞാൽ വലിയൊരു ശത്രു നശിച്ചു, വലിയൊരു വിജയമായി. പക്ഷെ ആ സമയത്ത് അവൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ അലി റളിയല്ലാഹു അൻഹു അവനെ വധിക്കാതെ വെറുതെ വിട്ടു. കാരണം ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയാണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത്. അവൻ മുഖത്തേക്ക് തുപ്പിയ നിമിഷം, ആ നിമിഷം അപ്പോൾ അവനെ വധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലായിത്തീരുമോ എന്ന ആ ഒരു മനസ്സിന്റെ ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടായിപ്പോകുമെന്നതിനാൽ ഞാൻ അവനെ വെറുതെ വിട്ടതാണ്. നിയ്യത്ത്. സഹോദരങ്ങളെ, നിയ്യത്ത് നന്നാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇസ്ലാമിലെ ആദ്യത്തെ കാര്യം അത് സ്വീകരിക്കണം. അതിനായില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുമതി നൽകിയ സഹാബാക്കളിൽ നിന്ന് ബൈഅത്ത് ചെയ്തത് സ്വീകരിക്കണം. അതിനുമായില്ലെങ്കിൽ അവർ അനുമതി കൊടുത്ത പല ആളുകളും താബീങ്ങളിലുണ്ട്, അവരിൽ നിന്ന് സ്വീകരിക്കണം. അങ്ങനെ ഈ പരിശുദ്ധമായ ഇസ്ലാമിലെ അടിസ്ഥാനപരമായ സുപ്രധാനമായ ഈ കാര്യം, ഈ കലിമ, ഈ ഷഹാദത്ത് അത് കൈമാറാൻ, അതിൽ പ്രതിജ്ഞ നൽകാൻ അനുമതി ലഭിച്ചവരുടെ ശൃംഖല ലോകാവസാനം വരെ നിലനിൽക്കും. ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി ആ ശൃംഖലയിലെ ഈ കാലഘട്ടത്തെ കണ്ണിയായിരുന്നു, കാലഘട്ടത്തിന്റെ കുത്തുബായി. മഹാനവറുകൾ എല്ലാ ദൗത്യവും ഈ അനുമതിയും തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ പ്രതിനിധിയും പൊന്നോമന പുത്രനുമായ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകളെയാണ് ഏൽപ്പിച്ചത്. മഹാനവറുകളിൽ നിന്ന്
സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ഇസ്ലാമിലെ ഒന്നാമത്തെ കാര്യം അതിൻ്റെ സുഗമമായ പ്രവർത്തനം, അതിൻ്റെ ഫലപ്രദമായ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അത് നേരിട്ട് മഹാനവറുകളെ കണ്ട് മഹാനവറുകളിൽ നിന്നത് മനസ്സിലാക്കണം. ഏതൊരാൾക്കും മഹാനവറുകളെ കണ്ട് മഹാനവറുകളുടെ സവിധത്തിൽ വന്ന് മനസ്സിലെ മാലിന്യങ്ങളൊക്കെ നീക്കി മനസ്സ് പവിത്രമാക്കിയതിന് ശേഷം ഈ പവിത്രമായ ഈ പരിശുദ്ധമായ കലിമത്തു തൗഹീദ് അത് ബൈഅത്തിലൂടെ മനസ്സിലേക്ക് നൽകുകയും അങ്ങനെ തുടർന്നുള്ള പ്രവാചക സ്നേഹത്തിൽ അധിഷ്ഠിതമായ അങ്ങനെ അള്ളാഹുവിനെ അങ്ങേയറ്റം പ്രേമിക്കുന്നതായ ആ സുന്ദരമായ അവസ്ഥയിലേക്ക് എത്തുന്ന അതിനു വേണ്ട എല്ലാ മുറകളും മഹാനവറുകളിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാം. മഹാനവറുകളെ സമീപിക്കുക, അങ്ങനെ നമ്മുടെ നിയ്യത്ത് നന്നാക്കുക. എല്ലാ പ്രവർത്തനങ്ങളിലും നിയ്യത്ത് നന്നാക്കാൻ അത് അനിവാര്യമാണ് സഹോദരങ്ങളെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.